you all to Master Key Academy. I am Kavya. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത് നീതി ആയോഗിനെ കുറിച്ചാണ്. പ്ലാനിംഗ് കമ്മീഷനെ നമുക്കറിയാം, നമുക്ക് 5-year പ്ലാൻസ് ഉണ്ടായിരുന്നു അല്ലെ. ഇൻഡിപെൻഡൻസിന് ശേഷം വന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷന്റെ അഡോപ്ഷൻ ആയിരുന്നു. അപ്പൊ ഈ പ്ലാനിംഗ് കമ്മീഷൻ നമ്മുടെ എല്ലാ സെക്ടേഴ്സ്, നമുക്കറിയാം ബേസിക്കലി 3 സെക്ടേഴ്സ് ആണ് നമ്മുടെ എക്കോണമിയിലുള്ളത്. We have the primary sector, we have the secondary sector, we have the tertiary sector. So ഈ സെക്ടേഴ്സിന്റെ എല്ലാം ഡെവലപ്മെന്റിനായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ പോസ്റ്റുലേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ജനുവരി 1, 2015 ആയപ്പോൾ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ബോഡി കടന്നു വരുന്നു. And that is what is called the Niti Aayog. മിനിമം ആയിട്ടുള്ള ഗവൺമെന്റൽ ഇൻഫ്ലുവൻസോടുകൂടി കോർപ്പറേറ്റ് ഫെഡറലിസം സെറ്റപ്പ് ഓഗ്മെന്റ് ചെയ്യുക, ഗവർണൻസ് മെക്കാനിസം എന്ന് പറയുന്നത് വളരെയധികം, അതായത് നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് മാക്സിമം സേവനം നൽകുക, അവരുടെ വെൽഫെയർ മോട്ടീവ് ഇൻക്രീസ് ചെയ്യുക, ജനങ്ങളെ ഓരോ സ്റ്റേജസിലും പ്ലാനിംഗ് പീരീഡ്സിൽ അവരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടായിരുന്നു നീതി ആയോഗ് എന്ന് പറയുന്നത്. അതായത് താഴേക്കിടയിലുള്ള ജനങ്ങളിൽ നിന്നും മുകളിലേക്ക് ഡെവലപ്മെന്റ് കൊണ്ടുവരിക. ദാറ്റ് വാസ് കോൾഡ് ദ ബോട്ടം അപ്പ് അപ്രോച്ച്. ഇനീഷ്യേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് നീതി ആയോഗ് പോസ്റ്റുലേറ്റ് ചെയ്തത്. നീതി ആയോഗിന്റെ മുഴുവനായിട്ടുള്ള പേരെന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒന്ന് തന്നെയാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇന്ത്യയിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. അതുവരെയും കണ്ടുവന്നിരുന്ന എല്ലാ സിസ്റ്റത്തിലും മാറ്റം കൊണ്ടുവന്ന് നമ്മുടെ ഓരോ സെക്ടേഴ്സിലും റാപ്പിഡ് ആയിട്ടുള്ള ഫ്രീഡം കൊടുത്ത് ഡെവലപ്മെന്റ് ഓഗ്മെന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നീതി ആയോഗിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നീതി ആയോഗിൽ ജനറലി വരുന്ന ഫോർമേഷൻ സ്ട്രക്ചർ, ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്, വൈസ് ചെയർപേഴ്സണെ അപ്പോയിന്റ് ചെയ്യുന്നതും പ്രൈം മിനിസ്റ്റർ ആണ്. ഇത് നിങ്ങളോട് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റേഴ്സ്, എല്ലാ സ്റ്റേറ്റ്സിലെയും ചീഫ് മിനിസ്റ്റർ ഉണ്ടാവും, അതേപോലെ തന്നെ ലൂട്ടനന്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസും ഉണ്ടായിരിക്കും. ഒരു റീജിയണൽ കൗൺസിൽ ഉണ്ടായിരിക്കും. റീജിയണൽ കൗൺസിൽ എന്ന് പറയുന്നത് ഓരോ റീജിയണൽ ഏരിയാസിന്റെയും പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയും അതിന് സൊല്യൂഷൻ ഫോർമുലേറ്റ് ചെയ്യുകയും എന്നുള്ള ലക്ഷ്യം വെച്ചാണ് റീജിയണൽ കൗൺസിൽസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തത്. ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ലൂട്ടനന്റ് ഗവർണേഴ്സിനെയും, അതായത് ദേ ആർ ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ ഓർ ഹിസ് നോമിനി. പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഇതിന്റെ മെയിൻ ആയിട്ട് ചെയർ ചെയ്യുന്നതായി സെഷനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നോമിനി കാണും. അദ്ദേഹത്തിന്റെ കീഴിലായിരിക്കും റീജിയണൽ കൗൺസിൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓരോ റീജിയണൽ ഏരിയകളുടെയും പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്യുകയും, നമുക്കറിയാം എ എന്ന് പറയുന്ന ഒരു റീജിയന്റെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി ആയിരിക്കില്ല ബി എന്ന് പറയുന്ന റീജിയൻ. ചിലപ്പോൾ എ എന്ന് പറയുന്ന റീജിയനിൽ ഒരുപാട് പോപ്പുലേഷൻ ഉണ്ടാവും, ബിയിൽ അത്രത്തോളം ഉണ്ടാവില്ല. സോ നമുക്കിവിടെ എന്താ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ? വി ഹാവ് ടു മേക്ക് എൻ അത്തറൻസ്, വി ഹാവ് ടു മേക്ക് എ കമ്പാരിസൺ. അപ്പൊ അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്ത് തന്നെയാണ്? ഈ ഒരു നീതി ആയോഗിന്റെ റീജിയണൽ കൗൺസിൽ ഫോർമേഷൻ ആണ്. അദോഹ മെമ്പർഷിപ്പ് ഉണ്ട്, അതായത് 2 മെമ്പേഴ്സ് ഉണ്ട്. എക്സ് ഒഫീഷ്യോ കപ്പാസിറ്റിയിൽ റീഡിംഗ് ആയിട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള, അത് റൊട്ടേഷൻ ബേസിസിലാണ് വരിക. 2 എക്സ് ഒഫീഷ്യോ അദോഹ മെമ്പേഴ്സ് കാണും. ഇനി എക്സ് ഒഫീഷ്യോ മെമ്പർഷിപ്പിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ മാക്സിമം 4 മെമ്പേഴ്സ് ആണ് നമ്മൾ കാണുന്നത്. അവര് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ നിന്നായിരിക്കും വരുന്നത്. ആൻഡ് ദേ ആർ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ആണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ തന്നെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഒരു ഫിക്സഡ് ടെന്യൂറിലേക്കാണ് വരുന്നത്. അദ്ദേഹം ബേസിക്കലി ഈ സെക്രട്ടറി ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റാങ്കിലുള്ള വ്യക്തികളെ ആയിരിക്കും സിഇഒ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അതേപോലെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് കാണും, ചില മേഖലകളിലെ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ. കാരണം ഗവൺമെന്റിന് അഡ്വൈസ് ലഭിക്കണം. അപ്പൊ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാര് ഏരിയയിൽ നിന്നായിരിക്കണം നമുക്ക് അഡ്വൈസ് കിട്ടേണ്ടത്. സോ വി വിൽ ഹാവ് എക്സ്പേർട്സ് ഫ്രം ഡിഫറെന്റ് ഏരിയ. സ്പെഷ്യലിസ്റ്റുകൾ കാണും. ഈ സ്പെഷ്യലിസ്റ്റുകളെയൊക്കെ പ്രൈം മിനിസ്റ്റർ ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നോമിനേറ്റ് ചെയ്യുന്നത്.
അപ്പം ആസ് എ ഹോൾ ഒരു അഡ്വൈസറി കാര്യങ്ങൾ പോസ്റ്റുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ട്. എന്താ സ്പെഷ്യൽ ഇൻവൈറ്റീസ് എന്ന് പറഞ്ഞാൽ എക്സ്പേർട്സ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ബ്രാഞ്ചിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക. അത് ബേസിക്കലി പ്രൈം മിനിസ്റ്റർ തന്നെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ട്. ഫുൾ ടൈം മെമ്പേഴ്സ് പറയുമ്പോൾ ഇക്കണോമിക് സയൻസിന്റെ അതർ ഡിസിപ്ലിൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, അവരെയാണ് നമ്മൾ ഫുൾ ടൈം മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെയുണ്ട്? ഒന്ന് ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, ഗവേണിംഗ് കൗൺസിൽ, റീജിയണൽ കൗൺസിൽ, അദോഹ മെമ്പർഷിപ്പ്, എക്സ് ഒഫീഷ്യോ മെമ്പർഷിപ്പ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആൻഡ് ഫുൾ ടൈം മെമ്പർ. ഇനി നമ്മള് നീതി ആയോഗിന്റെയും പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു കമ്പാരിസണിലേക്ക് പോയാൽ, നീതി ആയോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തിങ്ക് ടാങ്ക് അല്ലെങ്കിൽ ഒരു അഡ്വൈസറി ബോഡിയാണ് വരുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പോളിസീസ് ഇമ്പോസ് ചെയ്യാനായി, സ്റ്റേറ്റ്സിന്റെ മുകളിൽ പോളിസീസ് ഇമ്പോസ് ചെയ്യാനായിട്ടും അതേപോലെ ചില പ്രൊജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന്റെ അത്തയറൻസോട് കൂടി മാത്രമേ അത് നടക്കുകയും ചെയ്യുള്ളൂ. നീതി ആയോഗിന്റെ കേസിലേക്ക് നമ്മൾ പോകുമ്പോൾ ഫണ്ട് അലോക്കേഷൻ എന്ന് പറയുന്ന ഒന്നും നമ്മൾ നീതി ആയോഗിന് കൊടുത്തിട്ടില്ല. ബേസിക്കലി ഫിനാൻസ് മിനിസ്ട്രിയാണ് ഫണ്ട് അലോക്കേഷൻ മാറ്റേഴ്സ് എല്ലാം തന്നെ നീതി ആയോഗിന്റെ കീഴിൽ കൈകാര്യം ചെയ്യുന്നത്. പ്ലാനിംഗ് കമ്മീഷന് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ, അതായത് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് വേരിയസ് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസിനൊക്കെ പല പ്രൊജക്ട്സിന് വേണ്ടി ബോത്ത് അറ്റ് ദ നാഷണൽ ലെവൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഫണ്ട് കൈകാര്യം ചെയ്യാനായിട്ടുള്ള അലോക്കേറ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് പ്ലാനിംഗ് കമ്മീഷനുണ്ട്. എന്നാൽ നീതി ആയോഗിന് അത് ഇല്ല. കാരണം നീതി ആയോഗ് ഒരു തിങ്ക് ടാങ്ക് അല്ലെങ്കിൽ ഒരു അഡ്വൈസറി ബോഡിയാണ്. നീതി ആയോഗ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു റോള് പെർഫോം ചെയ്യാനായിട്ടുള്ളത് എന്നാണ്. എന്നാൽ പ്ലാനിംഗ് കമ്മീഷൻ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഡിസിഷൻ അല്ലെങ്കിൽ പ്രോ ആക്റ്റീവ് കൺഫിഗറേഷനിലേക്കൊന്നും പോകാനായിട്ട് ഇല്ല. ജസ്റ്റ് മീറ്റിംഗ്സിൽ പാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത് ഫോർമേറ്റ് ചെയ്യുക, അത്ര മാത്രമേ അവർക്ക് റോൾ ഉണ്ടായിരുന്നുള്ളൂ. അതായത് പ്ലാനിംഗ് കമ്മീഷന്റെ ഏരിയ വരുന്ന സമയത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റോൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു റെസ്ട്രിക്റ്റീവ് റോൾ ആയിരുന്നു. എന്നാൽ നീതി ആയോഗിന്റെ ഏരിയയിലേക്ക് വന്നപ്പോൾ അതിന് കൂടുതലായിട്ടുള്ള ഒരു അത്തറൻസ് ഉണ്ടായിരുന്നു. നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലില് ലൂട്ടനന്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറിയും സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സുമായിരുന്നു. പ്ലാനിംഗ് കമ്മീഷനില് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആയിരുന്നു. അതിൽ ബേസിക്കലി ലൂട്ടനന്റ് ഗവർണേഴ്സ്, സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ ഈ പ്ലാനിംഗ് കമ്മീഷൻ തങ്ങളുടെ ഓരോ ഡിസിഷൻസും നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അല്ലെങ്കിൽ നാഷണൽ ഡെവലപ്മെന്റ് കമ്മീഷന് കൊണ്ടുപോയിട്ട് അവര് സബ്മിറ്റ് ചെയ്യണം. നീതി ആയോഗ് ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. അതേപോലെ ആക്ട് ഓഫ് പാർലമെന്റ് പ്രകാരം ഒന്നും അത് ഫോർമുലേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഇവിടെ പ്ലാനിംഗ് കമ്മീഷനും എന്തായിരുന്നു? പ്ലാനിംഗ് കമ്മീഷൻ ഒരു എക്സിക്യൂട്ടീവ് ബോഡി ആയിരുന്നു. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എല്ലാം തന്നെ പോസ്റ്റുലേറ്റ് ചെയ്തതും ആര് തന്നെയായിരുന്നു? പ്ലാനിംഗ് കമ്മീഷൻ തന്നെയായിരുന്നു. സോ ഇതാണ് നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസം. നീതി ആയോഗ് ഒരു തിങ്ക് ടാങ്ക് അല്ലെങ്കിൽ അഡ്വൈസറി ബോഡിയാണ്. നീതി ആയോഗിന് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ബേസിക്കലി ഫിനാൻസ് മിനിസ്ട്രിയാണ് അത് ചെയ്യാറ്. നീതി ആയോഗ് പറയുന്നത് സ്റ്റേറ്റിനാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉള്ളത്. ബേസിക്കലി ലൂട്ടനന്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറി ആൻഡ് സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സിനാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗവർണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. അതേപോലെ നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് ബോഡി ആണ്. എന്താണ് ലക്ഷ്യം? ഒന്ന്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരിക, കോപ്പറേറ്റീവ് ഫെഡറലിസം അഡയർ ചെയ്യുക. ഓരോ സ്റ്റേറ്റും തങ്ങളുടെ ടാർജറ്റുകൾ, കാരണം അതിനാണ് നമ്മൾ സ്റ്റേറ്റിന് അത്രയും ഫ്രീഡം കൊടുക്കുന്നത്. ഓരോ സ്റ്റേറ്റും വളരെ കൃത്യമായി തങ്ങളുടെ ടാർജറ്റ് എന്താണ്, എങ്ങനെയാണ് പോസ്റ്റുലേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഓരോ സ്റ്റേറ്റിനും വളരെ വ്യക്തമായിട്ടുള്ള ധാരണ. ഓരോ സ്റ്റേറ്റിനും തങ്ങളുടെ തന്നെ ഇന്നോവേഷൻ ഹബ്ബുകൾ സ്റ്റാർട്ട് ചെയ്യുക. അവർ തന്നെ ഏത് രീതിയിലാണ് മൂവ് ചെയ്യേണ്ടത്, ഏത് സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്, ഏത് ടെക്നിക്കാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു പാറ്റേണിലേക്ക് അറ്റയർ ചെയ്യുക. നീതി ആയോഗ് എപ്പോഴും എയിം ചെയ്യുന്നത് ഒരു കോപ്പറേറ്റീവ് ഫെഡറൽ സ്ട്രക്ചറും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മെക്കാനിസമാണ്.
നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനം. ബ്രുണ്ടുലൻഡ് കമ്മീഷൻ ആണ് കൊണ്ടുവന്നത് അവർ കോമൺ ഫ്യൂച്ചറിൽ. ദാറ്റ് ഈസ് മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് വിത്തൗട്ട് സാക്രിഫൈസിംഗ് ദ നീഡ്സ് ഓഫ് ദ ഫ്യൂച്ചർ. ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ ഒന്നും ത്യജിക്കാതെ പ്രസന്റ് ആയിട്ടുള്ള ജനറേഷന്റെ ആവശ്യങ്ങളെയും പോസ്റ്റുലേറ്റ് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നീതി ആയോഗിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് വില്ലേജ് ലെവലിലാണെങ്കിലും ഒക്കെ ഒരു ഡെവലപ്മെന്റ് മെക്കാനിസംസ് കൊണ്ടുവരിക, അതേപോലെ നമ്മളുടെ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഇനീഷ്യേറ്റ് ചെയ്യുക. ഒരിക്കലും ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു എക്കോണമിക് സ്ട്രക്ചർ അല്ല നമുക്ക് ആവശ്യം. നമുക്ക് വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് സ്ട്രക്ചർ അല്ലെ വളരെ മൊബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് ആവശ്യമെന്ന് നീതി ആയോഗ് പോസ്റ്റുലേറ്റ് ചെയ്തു. നാഷണൽ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതായത് ഒരു എക്കണോമിക്കൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ എക്കണോമിക് പോളിസി നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ട് നാഷണൽ നമ്മളുടെ രാജ്യത്തിന്റെ തന്നെ കൺസർവേഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടി ഓരോ സ്റ്റേറ്റിനും തങ്ങളുടെ ഡിസിഷൻസ് ഫോർമുലേറ്റ് ചെയ്യുക അല്ലെ. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതേപോലെ തന്നെ ചില ഏരിയകൾ, ചില സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ചില സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റിക്ക് അത്രയധികം ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടാവില്ല. അതേപോലെ പലതരത്തിലുള്ള റിസ്കി സിറ്റുവേഷൻസിലൂടെയും അവർ ചിലപ്പോൾ പ്ലഗ് ഇൻ ചെയ്ത് പോകാം. സോ അത്തരത്തിലുള്ള റിസ്കി സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ റെക്ടിഫൈ ചെയ്യുക. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്റർനാഷണൽ ബോഡീസ്, അതേപോലെ റിസർച്ച് ഓർഗനൈസേഷൻസ്, ഇവർക്കെല്ലാം വളരെ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള റോള് മൊബിലൈസ് ചെയ്യുക. അതേപോലെ ഡെവലപ്മെന്റ് ഒറിജിനേഷൻസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുക. നീതി ആയോഗിനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് 7 പില്ലേഴ്സ് ആണുള്ളത്. ഒന്ന് പ്രോ പീപ്പിൾ. പ്രോ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ, സൊസൈറ്റിയിൽ ജീവിക്കുന്ന ജനങ്ങളുടെയും ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് നിർവഹിക്കുക. അതിനെയാണ് പ്രോ പീപ്പിൾ എന്ന് പറയുന്നത്. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നത് ഏത് തരത്തിലുള്ള വ്യക്തികളാണ്, അവരുടെ ഏത് തരത്തിലുള്ള ആവശ്യങ്ങളാണ്, ദാറ്റ് ഇസ് പ്രോ പീപ്പിൾ. പ്രോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്റ്റീവ് ഇൻ ഇറ്റ്സ് ആന്റിസിപ്പേഷൻ ആൻഡ് റെസ്പോൺസ് ടു ദി നീഡ്സ് ഓഫ് ദ സിറ്റിസൺ. ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയിലുള്ള ജനങ്ങൾക്ക് എന്തെല്ലാമാണ് ആവശ്യങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രൊവൈഡ് ചെയ്യുക, ദാറ്റ് ഇസ് പ്രോ ആക്ടിവിറ്റി. തിരിച്ചറിയുന്നത് പ്രോ പീപ്പിൾ, അത് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് ദാറ്റ് ഇസ് പ്രോ ആക്ടിവിറ്റി. പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നീതി ആയോഗില് എല്ലാ സിറ്റിസൺസിന്റെയും ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻസിന് വേദി പ്രൊവൈഡ് ചെയ്യുക. നമ്മളുടെ സൊസൈറ്റിയിലുള്ള എല്ലാ ജനങ്ങളെയും സെൽഫ് സഫിഷ്യന്റ് ആക്കാൻ സഹായിക്കുക, എക്സ്പെഷ്യലി ദ വിമൻ സെക്ഷൻ. നമ്മൾ പലപ്പോഴും പറയുന്ന വൾണറബിൾ സെക്ഷൻ ആയിട്ട് പലപ്പോഴും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളവരാണ്. പക്ഷെ ഇന്ന് നമുക്കറിയാം ദേ ആർ നോട്ട് എ വൾണറബിൾ സെക്ഷൻ, ദേ ആർ എ ഹൈലി പ്ലെഡ്ജ്ഡ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് സെക്ഷൻ അല്ലേ. നെക്സ്റ്റ് ഇസ് ഇൻക്ലൂഷൻ ഓഫ് ഓൾ. എല്ലാ സിറ്റിസൺസിനെയും റെസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, റേസ് ഓർ കാസ്റ്റ് എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. നെക്സ്റ്റ് കംസ് ഇക്വാലിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ. അതായത് എക്സ്പെഷ്യലി യൂത്ത് സെഷൻസിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്കറിയാം യൂത്തിനെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക നമ്മളുടെ പോളിസി ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് എല്ലാ സെക്ഷൻസിനെയും ഈക്വലായി ഇൻവോൾവ് ചെയ്യുക പറഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. സോ ഈക്വാലിറ്റി ഈസ് ഇമ്പോർട്ടന്റ്. ദെൻ കംസ് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് പോളിസീസ് വളരെ സ്പഷ്ടമായി ഇനീഷ്യേറ്റ് ചെയ്യുക, ഓരോ സിറ്റിസൺസിനെയും വളരെയധികം റെസ്പോൺസിബിൾ ആക്കുക, വളരെ ഇൻകറൻസ് പ്രൊവൈഡ് ചെയ്യുക, ദാറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. സോ 7 പില്ലേഴ്സ് ആണുള്ളത്. പ്രോ പീപ്പിൾ, പ്രോ ആക്ടിവിറ്റി, പാർട്ടിസിപ്പേഷൻ, empowering inclusion of all, equality and transparency. ബേസിക്കലി പില്ലേഴ്സിന്റെ ബേസിസിൽ നമ്മൾ അതിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ ദ വെരി ഫസ്റ്റ് വൺ ഇസ് ഒരു ഷെയർഡ് വിഷൻ ആണ് അല്ലെ. അതായത് ഇവിടെ സ്റ്റേറ്റ്സിന് നമ്മൾ പ്ലാനിംഗ് കമ്മീഷന്റെ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ എന്താ വെച്ചാൽ അത്രത്തോളം ഒന്നും അവർക്ക് റോൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ നീതി ആയോഗ് ആയപ്പോ സ്റ്റേറ്റ്സിന് തന്നെ ഒരു നാഷണൽ ഡെവലപ്മെന്റ് പോളിസി ഇനീഷ്യേഷനും സ്ട്രാറ്റജീസിനും ഒക്കെ കുറച്ചുകൂടെ ഒരു റോള് നീതി ആയോഗ് സ്റ്റേറ്റിന് പ്രൊവൈഡ് ചെയ്തു. അതേപോലെ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം മെക്കാനിസം അല്ലെ, ഒരു കണ്ടിന്യൂസ് ബേസിസില് നമ്മളൊരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഇല്ലാതെ വി ആർ യുണൈറ്റഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റില് ഡ്വെൽ ചെയ്യുക. അതേപോലെ ക്രെഡിബിൾ ആയിട്ടുള്ള പ്ലാൻസ് വില്ലേജ് ലെവലില് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള പ്ലാൻസ് ഇനീഷ്യേറ്റ് ചെയ്യുക. നമുക്കറിയാം റൂറൽ ഏരിയയിൽ നിന്ന് നമുക്കൊരു റൂറൽ അർബൻ ഡിവൈഡ് എന്ന് പറഞ്ഞു വന്നാൽ അവിടെ ഡെവലപ്മെന്റ് നമുക്ക് ഒരിക്കലും അറ്റയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് റൂറൽ ഏരിയയിലും ശരി അർബൻ ഏരിയ ആയാലും ശരി നമുക്കൊരു സ്വാപ്പീവ് ടെൻഡൻസിയാണ്. എന്തൊക്കെയാണോ അർബണിലുള്ളത് അത് റൂറലിലേക്കും എത്തണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മെക്കാനിസംസ് കൊണ്ടുവരിക.
നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അഡെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും പല സെക്ഷൻസിനും ബെനിഫിറ്റ്സ് കിട്ടാത്ത സെക്ഷൻസ് ഉണ്ടാവും അല്ലെ, അവരെ അഡെയർ ചെയ്യുക. അതേപോലെ ലോങ് ടേം പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, നമ്മള് അതായത് എപ്പോഴും ഗവൺമെന്റിന്റെ ഏരിയയിൽ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ലോങ് ടേം പെർസ്പെക്ടീവ്സിനായിരിക്കും. കാരണം നമുക്കറിയാം, ഇപ്പൊ നമ്മള് എക്കണോമിക്സിന്റെ ഏരിയയിലേക്ക് പറയുമ്പോൾ നമ്മൾ പറയും ദ ലോങ് റൺ വി ഓൾ ആർ ഡെഡ് എന്ന് കെയ്ൻസ് പോസ്റ്റുലേറ്റ് ചെയ്താണ്. പക്ഷെ നമുക്ക് അറിയില്ല വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൺ ഇൻ ദ ലോങ് റൺ എന്നതിനെ കുറിച്ച്. പക്ഷെ എപ്പോഴും ഗവൺമെന്റ് എന്തിനാ എയിം ചെയ്യുന്നത്? ലോങ് ടേം പെർസ്പെക്ടീവ്സിനായിരിക്കും എയിം ചെയ്യുന്നത്. അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ്, എഡ്യൂക്കേഷണൽ പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാർട്ട്ണർഷിപ്പ് ഫോർമുലേറ്റ് ചെയ്യുക. കാരണം നമുക്ക് മാറ്റങ്ങൾ അനിവാര്യമാണ്. റിസർച്ച് ഏരിയ നമുക്ക് നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യണം. പല റിസർച്ച് സ്വാപ്സും നമുക്ക് പുട്ട് ഫോർവേഡ് ചെയ്യണം. അതേപോലെ നോളേജ്, ഇന്നോവേഷൻ, ഓൺടർപ്രീനറൽ സപ്പോർട്ട്, നമുക്ക് എക്സ്പേർട്സ് വേണം, പ്രാക്ടീഷണേഴ്സ് വേണം. അതിനാണ് നമ്മൾ ആരെ ഇൻവോൾവ് ചെയ്യുന്നത്? ഈ എക്സ്പെർട്ടേഴ്സിനെയൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത്. ഇപ്പൊ ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്, ഈ പില്ലേഴ്സിന്റെ ഫങ്ഷൻ. ഇത് തന്നെയാണ് ആക്ച്വലി നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്തത്? പോസ്റ്റുലേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കാനുള്ളത് നീതി ആയോഗിന്റെ കീ ഇനീഷ്യേറ്റീവ്സ് ആണ്. അപ്പൊ അതിലൊന്നാണ് അറ്റൽ ഇന്നോവേഷൻ മിഷൻ, 2016 വന്നത്. ആൻഡ് ബേസിക്കലി ഇന്നോവേഷൻ, ഓൺടർപ്രീനർഷിപ്പ് ഡെവലപ്മെന്റ്, ഇതെല്ലാമായിരുന്നു അറ്റൽ ഇന്നോവേഷൻ മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അറ്റൽ ടിങ്കറിംഗ് ലാബ്, അറ്റൽ ഇൻക്യുബേഷൻ സെന്റർ, അറ്റൽ ന്യൂ ഇന്ത്യ ചാലഞ്ചസ്, ഇതിനെല്ലാം അഡെയർ ചെയ്യുക, കുറച്ചുകൂടി സ്വാപ്പീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതായത് ഇന്നോവേറ്ററി മേഖലയിൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ഒക്കെ ഉണ്ട് അല്ലെ, അതിൽ നമ്മൾ കുറച്ചുകൂടി സ്ട്രക്ചറൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. നാഷണൽ ഡാറ്റ ആൻഡ് അനാലിറ്റിക്സ് പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ ബേസിക്കലി എന്താ വെച്ചാൽ ഡാറ്റ ഡെമോക്രറ്റൈസേഷൻ കൊണ്ടുവരിക, ഡാറ്റ ഷെയറിംഗ് നോംസ്, അതേപോലെ ഇന്ററോപ്പറബിലിറ്റി, അതുപോലെ യൂസർ ഫ്രണ്ട്ലി ടൂൾസ്. അതായത് ഡാറ്റ, നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഡാറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അത് പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സപ്പോസ് സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ that would create serious levels of problems. So നമുക്ക് അതിനെ കൺസേർവ് ചെയ്യണം. We have to abide. Next, മറ്റുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ്. We have the aspirational district program. അതായത് 112 ഡിസ്ട്രിക്ട്സിനെയാണ് അത് ബേസിക്കലി ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ലോ പ്രോഗ്രസ് ഉള്ള ഈ 112 ഡിസ്ട്രിക്ട്സ് ഐഡന്റിഫൈ ചെയ്യുകയും അവരെ റിയൽ ടൈം മോണിറ്റർ ചെയ്യുക, റാങ്കിങ് ചെയ്യുക, അതേപോലെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രോഗ്രാംസ് ഈ 112 ഡിസ്ട്രിക്ട്സിലും കൊണ്ടുവന്ന് അവരെ അപ്ഗ്രേഡ് ചെയ്യുക. അതായത് അവര് മറ്റുള്ള ഡിസ്ട്രിക്ട്സുമായി കമ്പയർ ചെയ്തുമ്പോൾ വളരെ പുറകിൽ നിൽക്കുന്നതാണ് അല്ലെ. പിന്നെ പുറകിൽ നിൽക്കാതെ അവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജി അഡെയർ ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തത്. ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം, അതായത് ഗവേണൻസ് ആൻഡ് സർവീസ് ഡെലിവറി, അതായത് നമ്മൾ റിമോട്ട് ആയിട്ടുള്ള ബ്ലോക്സില് ഇത് നമ്മൾ കൊണ്ടുവന്നത് 112 ഡിസ്ട്രിക്ട്സ് ആണെങ്കിൽ ഇത് ടാർഗറ്റ് ചെയ്യുന്നത് ബ്ലോക്സിലാണ്. അതായത് ഇവിടെ എന്താണ് ഓരോ പെർട്ടിക്കുലർ ബ്ലോക്കിലും കണ്ടോ, നമ്മൾ ഓരോന്നായിട്ട് ആദ്യം ഏരിയ, അതേപോലെ ഡിസ്ട്രിക്ട്, ആ ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ബ്ലോക്ക് ആയി തിരിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നു? സ്റ്റഡിയിലേക്ക് പോകുന്നു. ആ ഓരോ ബ്ലോക്സിലും എന്താണ് ലാഗ് ചെയ്യുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അതിനെ അപ്ഗ്രേഡ് ചെയ്യുക. അതാണ് നമ്മൾ ബോട്ടം അപ്പ് എന്ന് പറയുന്നത്. എപ്പോഴും ലോവർ ലെവലിൽ നിന്ന് ടോപ്പിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് ഇസ് പോഷൻ അഭിയാൻ. പോഷൻ അഭിയാൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷണൽ ഔട്ട്കം, ചിൽഡ്രൻ, വിമൻ, മദർ സെക്ഷൻസിന് കൃത്യമായിട്ട് ന്യൂട്രീഷണൽ ഫെസിലിറ്റി കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ഇനീഷ്യേറ്റ് ചെയ്ത പ്രോഗ്രാം ആണ് പോഷൻ അഭിയാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഈ അമൃത് പോർട്ടൽ. ഈ അമൃത് പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ്, അതായത് UK ഇന്ത്യ ജോയിന്റ് റോഡ് മാപ്പ് 2030 കീഴിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്ന ഒന്നാണ് ഈ അമൃത് പോർട്ടൽ. നമുക്കറിയാം നമുക്ക് എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ അവിടെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് എന്ത് നമുക്ക് ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ അമൃത് പോർട്ടൽ. നെക്സ്റ്റ് കംസ് ലൈഫ് ആണ്. അവിടെ ബേസിക്കലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ it basically aims or promotes a global shift from mindless consumption to sustainable living by fostering eco-friendly habits, leveraging social network and creating a global pro-planet people community. അതായത്
നമ്മൾ ഏത് തരത്തിൽ എനർജി കൺസർവേഷൻ ചെയ്താലും റിസോഴ്സസിനെ ടാബുലേറ്റ് ചെയ്താലും ഫ്യൂച്ചറിനെ കൺസർവ് ചെയ്യുക, ഫ്യൂച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുക പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ്, വി ഹാവ് 3 കൺസിഡറേഷൻസ് അല്ലെ. എപ്പോഴും നമ്മൾ പ്രോ ആയിരിക്കണം, പ്ലാനറ്റ് ബേസ്ഡ് ആയിരിക്കണം, പീപ്പിൾ ബേസ്ഡ് ആയിരിക്കണം. നമ്മൾ ജീവിക്കുന്ന ആ ഒരു പ്ലാനറ്റിനെ നമ്മൾ കൺസർവ് ചെയ്യാൻ നോക്കണം, അവിടുത്തെ ജനങ്ങളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കണം. വി ഷുഡ് ഓൾസോ ഗോ ഫോർ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിനും നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. നെക്സ്റ്റ് സ്റ്റേറ്റ് സപ്പോർട്ട് മെക്കാനിസം അല്ലെങ്കിൽ മിഷൻ. അവിടെ എന്താ വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൂടുതലായിട്ട് സപ്പോർട്ട് കൊടുക്കുക അല്ലെ. നമുക്കറിയാം പ്ലാനിംഗ് കമ്മീഷന്റെ അകത്ത് അത്രത്തോളം ഒരു റോളൊന്നും എന്തിനുണ്ടായിരുന്നില്ല, സ്റ്റേറ്റിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ നീതി ആയോഗ് വന്നതോടുകൂടി കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റോൾ അവർക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാൻ സാധിച്ചു. നെക്സ്റ്റ് പോഷൻ ഗ്യാൻ ആണ്. അതൊരു നീതി ബിആയു പ്രൊജക്ട് എന്നാണ് നമ്മൾ ബേസിക്കലി പറയുന്നത്. അതായത് നീതിയുടെ വളരെ ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ അവയർനെസ് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ക്രിയേഷന് വേണ്ടിയിട്ട് സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മൾ ബേസിക്കലി ഇതിനെ ടാബുലേറ്റ് ചെയ്യുന്നത്. കാരണം അവർക്ക് വളരെ സ്ട്രക്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ബിഹേവിയറൽ ഇൻസൈറ്റ് യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ബേസിക്കലി എന്തായിട്ട് പറയുന്നത്, ഈ BIU പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബിഹേവിയറൽ ഇൻസ്റ്റിങ്സ് അല്ലെങ്കിൽ ഇൻസൈറ്റ്സ് യൂണിറ്റ്, ഇൻസൈറ്റ് യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ബേസിക്കലി പറയുന്നത്. അവിടെ എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ കൺസേൺസ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. നമുക്ക് ഡെവലപ്മെന്റ് വേണം സൊസൈറ്റിയിൽ ആസ് എ ഹോൾ എന്ന് പറയുന്നത്, നമുക്ക് ഡെവലപ്മെന്റ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസും നമുക്ക് എന്താ ആവശ്യമുണ്ട്, നമുക്ക് ഫോർമുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. ചൂന്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ക്വാളിറ്റി നോക്കാൻ വേണ്ടിയാണ്. അതായത് ബേസിക്കലി നമുക്കിപ്പം ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അപ്പം എപ്പോഴും നമുക്ക് ഈ എനർജി കൺസർവേഷൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ എയർ ക്വാളിറ്റി മെക്കാനിസം ഓരോ പെർട്ടിക്കുലർ ഏരിയയിലും എങ്ങനെയാണ്, വളരെ പൊല്യൂഷൻ കോസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാനായി നമ്മളെ സഹായിക്കുന്ന പ്രോഗ്രാമാണ് ശൂന്യ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? നമ്മൾ ഇന്ന് പഠിച്ചത് നീതി ആയോഗിനെ കുറിച്ചാണ്. അപ്പൊ നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ January 1st, 2015 വന്നത്. ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. Then we have chairperson, vice chairperson, governing council, regional council, other membership, ex officio membership, chief executive officer, special invitees and full-time members. രണ്ടും കമ്പാരിസൺ പഠിച്ചു. നീതി ആയോഗ് തിങ്ക് ടാങ്ക് അല്ലെങ്കിൽ അഡ്വൈസറി ബോഡിയാണ്. ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്ന ഫിനാൻസ് മിനിസ്ട്രി ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. എക്സിക്യൂട്ടീവ് ബോഡിയാണ്. Then we went with 7 pillars: proactivity, participation, empowering inclusion for all, equality and transparency. Then we went with functions and then നമ്മുടെ programs, Atal Innovation Mission, National Data and Analytical Platform. Then you have aspirational district program, aspirational block program, Poshan Abhiyan, e-Amrit portal, life, state support mission, Poshan Gyan, Shunya. Questions നോക്കാം. Atal Innovation Mission സെറ്റപ്പ് അണ്ടർ ഇതാണ് നീതി ആയോഗ് ആണ് അല്ലെ. നമ്മൾ പഠിച്ചല്ലോ നീതി ആയോഗ്. The government of India has established Niti Aayog to replace what? Planning Commission. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എല്ലാവരും നല്ല പോലെ തന്നെ പഠിക്കുക. താങ്ക് യു.